ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചത് അനാസ്ഥയെ തുടർന്നെന്നാരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. വണ്ടാനം സ്വദേശി മനു സൗമ്യ ദമ്പതികളുടെ ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. പ്രസവ സമയം ഉണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമാണ് എന്നാണ് ആരോപണം. വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവിച്ചത്? ബന്ധുക്കൾ എന്ത് പറയുന്നു? ആശുപത്രി അധികൃതരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എങ്ങനെയാണ്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസവും ചികിത്സാ വീഴ്ചയുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഉണ്ടാവുന്ന സംഭവം വിശദാംശങ്ങൾ എന്താണ്? മനീഷ് മഹിബാൽ. റിജിത്ത്, നിരന്തരം പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉയരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇത്തവണയും ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ മെയ് 28-നാണ് വണ്ടാനം സ്വദേശിയായിട്ടുള്ള മനുവിന്റെ ഭാര്യ സൗമ്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പ്രസവ ഡേറ്റ് ജൂൺ 17-നായിരുന്നു. പക്ഷെ അതിനു മുൻപൊക്കെ തന്നെ സൗമ്യക്ക് വേദന അനുഭവപ്പെട്ടിരുന്നു. ഇത് ഭക്ഷണത്തിന്റെ പ്രശ്നമാകാമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പ്രസവ വാർഡിൽ അഡ്മിറ്റ് ആക്കിയ സമയം മുതൽ തന്നെ ജൂനിയർ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും മാത്രമായിരുന്നു അവിടെ പരിചരണം നടത്തിയിരുന്നത്. ലേബർ റൂമിൽ വെച്ചാണ് പിന്നീട് കഴിഞ്ഞ 29-ന് പുലർച്ചെ 5:30-ന് സൗമ്യ പ്രസവിക്കുന്നത്. പിന്നീട് വാർഡിൽ വെച്ച് തന്നെ പ്രസവിച്ചു എന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഒപ്പം തന്നെ കുഞ്ഞിന് അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രസവ സമയത്തും തുടർന്നും ഡോക്ടറുടെ സേവനം ലഭ്യമായില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നീട് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായി. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഡയാലിസിസ് ചെയ്തു. ഈ സമയങ്ങളിലൊന്നും തന്നെ കുഞ്ഞിനെ കാണാൻ വീട്ടുകാരെ അനുവദിച്ചില്ല. കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ബന്ധുക്കളെ അറിയിച്ചത്. കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം മാത്രമാണ് അറിയിക്കുന്നത്. പിന്നീട് ബന്ധുക്കൾ അവിടെ എത്തി, ആശുപത്രിയിലെത്തി. പ്രതിഷേധമായി നേരിയ തോതിൽ സംഘർഷം ഉണ്ടായി. പിന്നീട് അമ്പലപ്പുഴ പോലീസ് അവിടെ എത്തി അധികൃതരോട് വിവരങ്ങൾ തിരക്കി. പിന്നീട് ഈ ചികിത്സാ രേഖകൾ പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന ഉറപ്പിന്മേലാണ്, ആശുപത്രി സൂപ്രണ്ട് നൽകിയ ഉറപ്പിന്മേലാണ് ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. എന്തായാലും കൃത്യമായ പരിചരണം ലഭിച്ചില്ല, ഗുരുതര അനാസ്ഥ എന്നുള്ള ആരോപണം വീണ്ടും ആശുപത്രിക്കെതിരെ ഉയരുകയാണ്. ഏതരത്തിലുള്ള അന്വേഷണമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ള കാര്യമെല്ലാം ശ്രദ്ധേയമായിരിക്കും. മനീഷ് മഹിബാൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ JP നഡ്ഡ BJP ദേശീയ അധ്യക്ഷ പദവി ഒഴിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ടുകൾ. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമനെ പരിഗണിക്കുന്നുണ്ട്. നിലവിലെ അധ്യക്ഷൻ JP നഡ്ഡ കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ശിവരാജ് സിംഗ് ചൗഹാൻ, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവരും പരിഗണനാ പട്ടികയിൽ ഉണ്ട്. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, നിലവിൽ പരിഗണിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? ആർക്കാണ് അധ്യക്ഷ പദവിയിലേക്ക് സാധ്യത കൂടുതൽ? JP നഡ്ഡ മാറുന്നു എന്നുള്ള കാര്യത്തെ അതുമായി ബന്ധപ്പെട്ട് നേതൃത്വം എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹിയിൽ ഉണ്ടാവുന്നുണ്ട്. നാളെ രാഷ്ട്രപതിയെ കാണുക എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള തീരുമാനം. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ആർക്കെ? റീജിത്ത്, ഈ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നദ്ദയുടെ കാലാവധി പൂർത്തിയാവുകയാണ്. നദ്ദയുടെ കാലാവധി പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനമൊഴിയും. ആ കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടാണ്. ഈ അധ്യക്ഷനായി ആര് വേണം എന്നതിനെ സംബന്ധിച്ച് BJPയിൽ ചില ആശയവിനിമയം നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരാശയം വനിതയായിട്ടുള്ള ഒരാളെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വനിതാ ശാക്തീകരണത്തിന് BJP നാരി ശക്തി എന്ന മുദ്രാവാക്യം അടക്കം ഉയർത്തി വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ വനിതകളെ കൂടുതൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ഈ വനിതാ സംവരണ ബില്ല് ഒക്കെ അടക്കം പാസാക്കിയ ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള ആനുകൂല്യം നിലനിർത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ടാണ് BJP ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു വനിതയെ BJP അധ്യക്ഷനാക്കുക എന്നുള്ള നിർദ്ദേശം പരിഗണിക്കുന്നു. അങ്ങനെ പരിഗണിക്കുന്ന പേരുകളിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളത് നിർമ്മലാ സീതാരാമന്റെ പേരാണ്. നിർമ്മലാ സീതാരാമനെ BJP അധ്യക്ഷയാക്കുക എന്ന ഒരു നിർദ്ദേശമാണ് സജീവമായിട്ട് ഇപ്പോൾ പരിഗണിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിർമ്മലാ സീതാരാമനെ ധനമന്ത്രി സ്ഥാനത്ത് തുടരേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിട്ട് മറ്റേതെങ്കിലും ചുമതല വഹിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിന് നിർബന്ധിതമാവുകയാണ് എങ്കിൽ മാത്രമാകും മറ്റേതെങ്കിലും പേരുകളിലേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് RSSന്റെ നിർദ്ദേശം എന്ന രീതിയിൽ
ധർമ്മേന്ദ്ര പ്രധാന്റെ പേര്, ഒഡീഷയിൽ നിന്നുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ പേര്, ഇവയാണ് പരിഗണിക്കുന്നത്. ഇതിൽ ശിവരാജ് സിംഗ് ചൗഹാന് അദ്ദേഹത്തിന് BJPയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരാനായി വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്നതിൽ തന്നെ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. BJPയുടെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഭാഗമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ അതൃപ്തിയുള്ള വിഭാഗങ്ങളിൽ നേതാക്കന്മാരിൽ ഒരാളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരിക്ക് സമാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അത് അപ്രകാരമാണെന്നുണ്ടെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന് നറുക്കു വീഴും. നിർമ്മലാ സീതാരാമൻ ഈ മന്ത്രിസഭയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോഴത്തെ ലഭ്യമായ വിവരം അനുസരിച്ചും പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചിന്തയനുസരിച്ചും ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ഒരു ആശയമാണ് BJPക്കുള്ളിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിർമ്മലാ സീതാരാമൻ BJPയുടെ അധ്യക്ഷയായി JP നദ്ദ ഒഴിയുന്ന മുറയ്ക്ക് സ്ഥാനമേൽക്കും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം. 8 കാട്ടാനകളാണ് ലേങ്ങൾക്ക് സമീപം തുടരുന്നത്. കാട്ടാനകൾ കഴിഞ്ഞ ദിവസം കല്ലേലി UP സ്കൂൾ പരിസരത്തേക്കും എത്തിയിരുന്നു. ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീത്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീത്ത്? TK രജിത, ഇതൊരു വലിയ പ്രശ്നം. ഈ കാട്ടാനകൾ ഇങ്ങനെ ലയങ്ങൾക്ക് സമീപവും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്കും ഇറങ്ങുന്നത് കല്ലേലി മേഖലയിൽ ഒരു സ്ഥിരമായ കാഴ്ചയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി കാട്ടാനക്കൂട്ടം തൊട്ടടുത്ത UP സ്കൂളിന് പരിസരത്തേക്ക് എത്തുന്നു. നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന കാര്യം, ഈ വനാതിർത്തി ഇതുവരെ ജണ്ട കെട്ടി തിരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ജണ്ട കെട്ടി തിരിച്ച് ഈ വനാതിർത്തി കടത്തി കാട്ടാനകളെ വിടാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നാട്ടുകാർ, തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തെത്തി ആ സമയത്ത് ഒരു ആക്ഷൻ എടുക്കും. കാട്ടാനകളെ തൊട്ടപ്പുറത്തെ മേഖലകളിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഓടിക്കും. അതിനപ്പുറത്തേക്ക് പിന്നീട് കാട്ടാനകൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഒരു കാട്ടാനയായോ അല്ലെങ്കിൽ 2 കാട്ടാനയായോ അല്ല അത് വരുന്നത്. അത് 8ഓളം വരുന്ന കാട്ടാനകൾ ഒരുമിച്ച് വരികയാണ്. ഇതിൽ കാട്ടാനക്കുട്ടികളടക്കമുള്ള സംഘമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇനി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കടുത്ത പ്രതിഷേധം, അത് വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ചടക്കം നാട്ടുകാരും തൊഴിലാളികളും ആലോചിക്കുന്നുണ്ട്. TK രജിത. ശരി, കല്ലേലി എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം. ശ്രീകുമാരൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ച് BJP. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് BJPക്ക് ഇല്ലാത്തത് മുതലെടുക്കാൻ ഘടകകക്ഷികൾ നടത്തുന്ന ശ്രമത്തിന്റെ സാഹചര്യത്തിലാണ് നീക്കം. സഖ്യകക്ഷികളെ പിണക്കാതെ കാര്യങ്ങൾ അംഗീകരിപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണം യാഥാർത്ഥ്യമാക്കുകയാണ് BJPയുടെ ലക്ഷ്യം. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഇന്ന് രാഷ്ട്രപതിയെ കാണാനും സാധ്യതയുണ്ട്. 16 MPമാരാണ് തെലുങ്ക് ദേശം പാർട്ടിക്കുള്ളത്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 ക്യാബിനറ്റ് പദവിക്കും 2 സഹമന്ത്രി സ്ഥാനത്തിനും തങ്ങൾക്ക് അർഹതയുണ്ടെന്നാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം. മറ്റൊരു ഘടകകക്ഷിയായ JDUവിന് 18ാം ലോക്സഭയിൽ ഉണ്ടാകുക 12 അംഗങ്ങൾ. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നതാകട്ടെ 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവിയും. 5 അംഗങ്ങളുമായി ലോക്സഭയിലേക്ക് എത്തുന്ന ചിരാഗ് പാസ്വാൻ 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയും തങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. 7 അംഗങ്ങളുള്ള ശിവസേന വിഭാഗത്തിന് വേണ്ടതും 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയുമാണ്. NDAയിലെ ഏതാണ്ട് എല്ലാ കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം. കഴിഞ്ഞ 10 വർഷം നേരിട്ടതുപോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ നീക്കം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുരുകുമെന്ന് BJP കരുതുന്നു. റോഡ്, ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട നഗര വികസനം, കൃഷി, ജൽശക്തി, IT, വിദ്യാഭ്യാസം, ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ നിര. റെയിൽവേ, ഗ്രാമവികസനം, ജൽശക്തി, ഇങ്ങനെയാണ് JDUവിന്റെ അവകാശവാദം. റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ്. കൃഷി വകുപ്പ് വേണമെന്ന് JDS ആവശ്യപ്പെടുന്നു. അന്തിമ കക്ഷി നിലയനുസരിച്ച് NDAയിലെ 2ാമത്തെ വലിയ ഒറ്റക്കക്ഷി 16 അംഗങ്ങളുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ്. JDU 12, ശിവസേന ഷിൻഡെ വിഭാഗം 7, LJP 5, ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച 1,
JDS 2 എന്നിങ്ങനെയാണ് മറ്റുള്ള കക്ഷികളുടെ അംഗബലം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും തൽക്കാലം ശക്തമായ പ്രതിപക്ഷമായി നിൽക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. മൂന്നാം മോദി സർക്കാർ 5 വർഷം തികക്കില്ല എന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി. BJPക്കെതിരായ ജനവിധി ഉൾക്കൊണ്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വ്യക്തമാക്കി. NDA ഘടകകക്ഷികളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ എന്നിവരുമായി ആദ്യഘട്ടത്തിൽ തന്നെ ആശയവിനിമയം നടത്തിയ ഇന്ത്യ മുന്നണി ഇരുവരും NDA യോഗത്തിൽ പങ്കെടുത്തതോടെയാണ് തൽക്കാലം ശക്തമായ പ്രതിപക്ഷമായി ഇരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ബദൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം മുന്നണി ഉപേക്ഷിച്ചിട്ടില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ നീക്കം നടത്താനാണ് തീരുമാനം. സംസ്ഥാനത്തും കേന്ദ്രത്തിലും BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാരുകളെ നയിച്ചു ശീലിച്ച നരേന്ദ്രമോദിക്ക് ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകാനുള്ള മെയ്വഴക്കമില്ലെന്നാണ് സഖ്യത്തിന്റെ വിലയിരുത്തൽ. നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുവുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്ന ഇന്ത്യ നേതാക്കൾ ഇരുവർക്കും മുന്നിൽ ഏത് സമയവും വാതിൽ തുറന്നിടും. മഹാരാഷ്ട്രയിലെ ജനഹിതം തിരിച്ചറിഞ്ഞ് ശിവസേനയും NCPയും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്നും മുന്നണി കണക്കുകൂട്ടുന്നു. സഭാ സമ്മേളനങ്ങളിൽ NDAയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന അഭിപ്രായവും മുന്നണിയിൽ ഉയർന്നു. BJP വിരുദ്ധ നിലപാടെടുക്കുന്ന സ്വതന്ത്രരെയും ചെറുപാർട്ടികളെയും കൂടെ നിർത്തും. മോദി പ്രഭാവത്തിന് കോട്ടം തട്ടിയതോടെ BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവരാനിടയുള്ള വിമത ശബ്ദങ്ങളെ അടക്കം കൂടെ നിർത്താനുള്ള വിശാല തന്ത്രം ആവിഷ്കരിക്കുകയാണ് ഇന്ത്യ മുന്നണി. 24, ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് സസ്പെൻഷനിലായ CI ആൻഡ്രിക് ഗ്രോമിക്കിന് വേദിയൊരുക്കി വനവകുപ്പ്. പരിസ്ഥിതി ദിനത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്ഘാടകനായ പരിപാടിയിലാണ് വേദി നൽകിയത്. വനവകുപ്പിലെ ഉന്നതരുമായുള്ള ബന്ധത്തിന്റെ തെളിവാണിത് എന്നാണ് ആരോപണം. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, CIക്കെതിരെ അതിഗുരുതരമായ പരാതികൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വേദി വനവകുപ്പ് ഒരുക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? പോലീസും വനവകുപ്പും തമ്മിൽ വഴിവിട്ട ബന്ധം എന്ന ആരോപണത്തിനിത് ശക്തി പകരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, സൂരജ് സജി? തീർച്ചയായും TK, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ അതിരപ്പള്ളി CI ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ അഡീഷണൽ SP നേതൃത്വത്തിൽ പോലീസ് സേനയിൽ തന്നെ അന്വേഷണം നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ വനം വകുപ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥർ വേദി ഒരുക്കി കൊടുത്തത്. അതോടൊപ്പം തന്നെ ചാലക്കുടി DYSP ആയിട്ടുള്ള R അശോകനും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ ഉദ്ഘാടകനായി എത്തിയ പരിസ്ഥിതി ദിന പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ CIക്ക് വേദി ഒരുക്കിക്കൊണ്ട് ഈ വനംവകുപ്പിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ പ്രദേശവാസികളെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ 24 അതിരപ്പള്ളി ലേഖകൻ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ റൂബിനെ മർദ്ദിക്കുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും എല്ലാം നിർണായക ഗൂഢാലോചന നടത്തിയത് അത് ചാലക്കുടി DYSPയും ഈ CIയും തമ്മിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ സംരക്ഷണവും ഇവർ ഇത് ചെയ്തത് വനംവകുപ്പിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ഒരു അന്തർധാര എത്രത്തോളം ഉണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഈ നടപടി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതായത് CIക്കെതിരെ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ CI പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. TK. ശരി, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും പ്രതിസന്ധിയിലായേക്കും. ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇനിയൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വകുപ്പ് മന്ത്രിയായ KV ഗണേഷ് കുമാർ. അതേസമയം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തണം എന്ന പുതിയ തീരുമാനത്തിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ഈ മാസം 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് CITU. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഹാജരാകണമെന്ന് പുതിയ പരിഷ്കരണത്തിൽ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഇത് നടപ്പാക്കാൻ തുടങ്ങിയതോടെ ഒരു വിഭാഗം ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ വീണ്ടും പ്രതിഷേധമുയർത്തുന്നുണ്ട്. CITU സംഘടനയായ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്തുമെന്ന് CITU അറിയിച്ചു. അതേസമയം ഇൻസ്ട്രക്ടർമാർ ഗ്രൗണ്ടിൽ വേണമെന്നത് കേന്ദ്ര നിയമമാണെന്നും ആദ്യം തീരുമാനം അംഗീകരിച്ചവർ ഇപ്പോൾ എന്തിനാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നതെന്നും മന്ത്രി KV ഗണേഷ് കുമാർ. ഇൻസ്ട്രക്ടർ എൻ്റെ സ്ഥാപനത്തിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നുകൂടാ? ഇൻസ്ട്രക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്നതാണ്. ആ ഇൻസ്ട്രക്ടർ ആശാൻ ഫീസ് എന്നൊരു പൈസ വാങ്ങിയിട്ട് വരും. ഈ ടെസ്റ്റിന് പോകുന്ന ആളുടെ നിന്ന് 500 രൂപ ആശാൻ ഫീസ് വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങിപ്പുണ്ട്. ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവരും സമ്മതിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ആശാനോടെ പോയി. പല സ്കൂളുകളിലും ലൈസൻസ് ലഭിച്ച ഇൻസ്ട്രക്ടർമാരല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതെന്ന് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഹാജരാകണമെന്നത് നിർബന്ധമാക്കിയത്. ഡ്രൈവിംഗ് സ്കൂളുകൾ വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചാൽ ടെസ്റ്റുകൾ വീണ്ടും പ്രതിസന്ധിയിലാകും. ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ആഴ്ചകൾ നീണ്ട ബഹിഷ്കരണ സമരം ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പിൻവലിച്ചത്. 24, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തമിഴ്നാടിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തി പ്രാപിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട് ചേരും. ഉച്ചയ്ക്ക് 2-ന് ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുകയാണ് പ്രധാന അജണ്ട. പാർട്ടിക്ക് സ്വാധീനമുള്ള കോഴിക്കോട്ടെ LDF തോൽവിക്കൊപ്പം മറ്റു മണ്ഡലങ്ങളിലെ ദയനീയ പ്രകടനവും വിലയിരുത്തും. കൂടാതെ INL സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് മടങ്ങുന്നതായുള്ള അഭ്യൂഹം ശക്തമാണ്. ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്യും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. യോഗത്തിൽ അഹമ്മദ് ദേവർകോവിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ തുടങ്ങിയവർ പങ്കെടുക്കും. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാനുള്ള ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ തീരുമാനം പിൻവലിച്ചേക്കും. രാജി വേണ്ട എന്ന നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിച്ചു എന്നാണ് സൂചന. മുന്നണി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അജിത് പവാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും BJP തുടങ്ങിയേക്കും. തോൽവിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്താണ് ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ഒരുക്കമെന്ന് പ്രഖ്യാപിച്ചത്. സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇറങ്ങുന്ന തനിക്ക് മറ്റുത്തരവാദിത്തങ്ങൾ ബാധ്യതയാകുമെന്നാണ് ഫഡ്നാവിസ് നേതൃത്വത്തോട് വിശദീകരിച്ചത്. എന്നാൽ ഫഡ്നാവിസിന്റെ രാജി സർക്കാരിന്റെ ഘടനയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന നിഗമനം പരിഗണിച്ചാണ് കേന്ദ്ര നേതൃത്വം എതിരഭിപ്രായം അറിയിച്ചത്. സമീപകാലത്ത് ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ പലതും പാളുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ ഉപദേശം കാര്യമായി ഇനി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇന്നലെ നടന്ന BJP കോർ കമ്മിറ്റിയിലെ തീരുമാനം. ഒപ്പം പിളർത്തിയ ശിവസേനയെ ഒരുമിപ്പിച്ച് ഒപ്പമെത്തിക്കാനും ആലോചിക്കുന്നു. ഇക്കാര്യത്തിൽ RSSന്റെ സഹായവും തേടിയേക്കും. അതേസമയം മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് നിസ്സഹരണത്തിലുള്ള അജിത് പവാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും തുടരും. കുറവ് സീറ്റ് നൽകിയ സീറ്റിൽ കാലുവാരി എന്നീ പരാതികളാണ് അജിത്തിനുള്ളത്. മോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്ന അജിത്ത് ഫലം വന്നതോടെ നിലപാട് കടുപ്പിച്ചു. അജിത്തിനെയും ഒപ്പമുള്ള MLA-മാരെയും കൂടെ എത്തിക്കാനുള്ള നീക്കം ശരത് പവാർ ക്യാമ്പും നടത്തുന്നുണ്ട്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് രാജു അബ്രഹാമിന്റെ ചിത്രം വെച്ചുള്ള ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി വോട്ട് എങ്ങനെ ചോർന്നു എന്നതിന്റെ തെളിവാണ് എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മെല്ലെപ്പൊക്ക് നടത്തിയെന്ന ആരോപണവും ഐസക് ക്യാമ്പിന് ഉണ്ട്. പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്.